കോഴിക്കോട് ജയലക്ഷ്മി സിൽക്സിലുണ്ടായ തീപിടുത്തത്തിന്റെ തുടക്കം 3-ാം നിലയിൽ നിന്ന് കണ്ടെത്തൽ. ഫയർഫോഴ്സ് നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ. അതേസമയം തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. ഫയർഫോഴ്സിന്റെ റിപ്പോർട്ട് ഇന്ന് കളക്ടർക്ക് കൈമാറും. തീപിടുത്തത്തിൽ 50 കോടിയുടെ നഷ്ടമെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. കോഴിക്കോട് ടൗൺ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജയലക്ഷ്മി സിൽക്സ് മാനേജറുടെ പരാതിയിലാണ് കേസ്. അതേസമയം തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ഫയർഫോഴ്സിന്റെ പരിശോധനാ റിപ്പോർട്ട്. കെട്ടിടത്തിലെ ഫയർ സേഫ്റ്റി സംവിധാനം കൃത്യമായാണ് പ്രവർത്തിച്ചിരുന്നതെന്നും ഫയർഫോഴ്സ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ജയലക്ഷ്മി സിൽക്സിന്റെ 2-3 നിലകളിലാണ് തീ ആളിപ്പടർന്നത്. വൈകിട്ട് 6 മണിയോടെ പുക ഉയരുന്നത് കണ്ടതോടെ വസ്ത്രം വാങ്ങാൻ വന്നവരും ജീവനക്കാരും പുറത്തേക്ക് ഓടുകയായിരുന്നു. പിന്നാലെ ഫയർഫോഴ്സിന്റെ 5 യൂണിറ്റ് എത്തി തീയണയ്ക്കാൻ ആരംഭിച്ചു. തീ ആളിപ്പടർന്നതോടെ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് അത്യാധുനിക ഫയർ എഞ്ചിനുകളും എത്തിച്ചായിരുന്നു തീയണച്ചത്. റമദാൻ വിഷു വിപണി ലക്ഷ്യമിട്ട് വലിയ അളവിൽ വസ്ത്രങ്ങൾ ഗോഡൌണിൽ സ്റ്റോക്ക് ചെയ്തിരുന്നു. 2023 ഏപ്രിലിലും ജയലക്ഷ്മിയിൽ തീപിടിച്ചിരുന്നു. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.